ഒരു രസകരമായ കാര്യാട്ടോ പറയണം. മംഗ്ലീഷുകാരി ഇറങ്ങിയെന്ന അവരുടെ മംഗ്ലീഷ് തുടങ്ങിയെന്ന. അപ്പൊ ഞാൻ ആ പറഞ്ഞ വ്യക്തിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്നറിയാവോ? ഓൺ ചെയ്യാവോ? ഓൺ ചെയ്യാൻ പാടില്ല. വേനൽക്കാലത്ത് ചെയ്താൽ കൂടുതൽ ഗുണകരായിരിക്കും. ഒന്നും പറയണ്ടേ, വെളിയിലോ ഓടത്തില്ല. എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? അപ്പൊ അതിന് അമ്മയുടെ എന്തെങ്കിലും വേണോ കഴിക്കാൻ? ഇന്ന് മാമ്പഴം വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം. അതെ, ഒരു പുഡിംഗ് എന്ന് പറയാൻ പറ്റൂല, പൂർണ്ണമായിട്ട് ഞാൻ സെറ്റാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചെറിയ ഒരു ഡിഷ് അല്ലേ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ്. ഐസ്ക്രീം എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഒരു സ്വല്പ സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇത് വേനൽക്കാലത്താ കൂടുതൽ ചെയ്യാൻ നല്ലത്. അന്നേരം മാങ്ങ അങ്ങനെ അവൈലബിൾ ആയില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ മാങ്ങ വെച്ച് ഒന്ന് ചെയ്യണത്. അതില് ഇവള് വാങ്ങിച്ചോണ്ട് വന്ന തേൻവരിക്ക. അങ്ങനെയാണോ മാങ്ങയുടെ പേര്? അതാ പഞ്ചാര വരിക്ക. ഇത് ഞാൻ എടുത്തില്ല, കാലാപ്പണി എടുത്തില്ല, കഴിക്കാൻ വേണ്ടി വെച്ചു. ഒരെണ്ണം ഇന്നലെ ചെത്തിയായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ചെത്തി അങ്ങ് വെച്ചതാ. 2 അണ്ടി അതിലിരിപ്പുണ്ട്, അത് മാറ്റിക്കളയും. ഇത് 2 എടുത്തിട്ട് ഒന്ന് പ്യൂരി ഉണ്ടാക്കണം, അടിച്ച്. അപ്പൊ അതിനു മുമ്പ് പാല് സെറ്റാക്കി വെക്കാം, എന്നിട്ട് തണുത്തിട്ട് വേണം അതിലേക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ആദ്യം എന്തൊക്കെയാ ചെയ്യണ എന്നാന്ന് പറയാം. സ്വല്പം പാല്, തിളപ്പിക്കാത്ത പാല ഇതിലേക്ക് ഒഴിക്കാനുള്ളത് കൊണ്ട് പച്ചപ്പാല് കേട്ടോ. ആ പാലിലേക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ടേച്ച് നമുക്ക് അങ്ങനെ ലയിപ്പിക്കാം ആദ്യം കേട്ടോ. മിക്സ് ആക്കുക അല്ലേ. 2 ടേബിൾ സ്പൂൺ ആണോ ഇടുന്നത്? 2 ഇടാം, എന്നാലേ കുറച്ചൊരു കുറുവൽ കിട്ടുള്ളൂ. പിന്നെ അതിൽ വെച്ചേക്കാനില്ല, ആണ്ട് ഇട്ടത് മാറിപ്പോയി. ആദ്യം നമുക്ക് പാലില് സ്വല്പം ഒരു 2 സ്പൂൺ ഇടണം. കസ്റ്റർഡ് പൗഡർ ഇട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ. ടേബിൾ അല്ലടി, ഇത് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇത് ടീസ്പൂണും ടേബിൾ സ്പൂണും ഇടയ്ക്കുള്ള സ്പൂണാണ് കേട്ടോ. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുത്, ടേബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുത്. ഇതിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി വെച്ച് പാലിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കണം. കാണിച്ചു തരാം. അത് ഒരുമാതിരിക്കാർക്കൊക്കെ അറിയാവുന്ന വിധങ്ങളാണ്. അപ്പൊ ഇതിലാദ്യം മിക്സ് ആക്കണം. മിക്സ് ആക്കി വെച്ച് ശേഷം വേണം മറ്റേ പാലിലേക്കിട്ട്, പച്ചപ്പാലാട്ടോ, അതിലേക്കിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ഇല്ലേ നമുക്ക് ഈ പാലിലേക്ക് പാലൊന്ന് ഷുഗർ എന്തോരം വേണം? കുറച്ചിട്ടാൽ മതി അല്ലേ. ഷുഗർ ഇടാനുണ്ട്, ഞാൻ ചോദിച്ചത് എന്തോരം വേണമെന്ന്. അപ്പം നമുക്ക് ആദ്യം ഈ പാലിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. പാലൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പം എന്നിട്ട് സ്വല്പം ഷുഗർ ചേർക്കാം അല്ലേ. ഒരു കാര്യം നമുക്ക് ഇതിലേക്ക് ഷുഗർ അങ്ങ് ചേർക്കാം, അപ്പൊ കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നോ. ഷുഗർ ചേർത്തു കേട്ടോ. 2 സ്പൂൺ ഏതായാലും ചേർത്തു കേട്ടോ. തീരെ ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർക്കാം. ഇതൊന്ന് ഇളക്കി വിട്ടേക്കാം. ഇപ്പം ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇളക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. ഒരു രസകരമായ കാര്യാട്ടോ പറയണത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ എപ്പോഴും ചിരിയാ വന്ന, വേറെ ഒന്നും ആയിട്ടല്ല. ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേ ഒരു കമന്റ് വന്നേക്കും കേട്ടോ. അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നതാ എപ്പോഴും. എല്ലാത്തിന്റെ കമന്റ് ഞാൻ നോക്കും, മറുപടി ഞാൻ പറയാറുണ്ട്. മകളാ കൊടുക്കണം എനിക്ക് മറുപടി. എല്ലാ സംഗതികളും ഇവളാ ചെയ്തു തന്നെ ഞാൻ പറയാറുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാനിന്ന് ഷോർട്ട് വീഡിയോ ഉണ്ടെച്ച് വായിച്ചപ്പോ മംഗ്ലീഷുകാരി ഇറങ്ങിയെന്ന അവരുടെ മംഗ്ലീഷ് തുടങ്ങിയെന്ന. അപ്പൊ ഞാൻ ആ പറഞ്ഞ വ്യക്തിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്നറിയാവോ? ഈ മംഗ്ലീഷെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്ന്. അപ്പൊ ഈ മംഗ്ലീഷ് അല്ലാതെ പിന്നെ ഈ സ്പൂണിനും പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിന് ചേർത്ത കസ്റ്റർഡ് പൗഡർ, ഇതിനൊക്കെയുള്ള മലയാളം പദങ്ങള് സോസ്പാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളുണ്ടല്ലോ. സ്വിച്ച്, റോഡ്, ഫാന്, അതിന് പങ്കേന്ന് പറയുമായിരിക്കും. ആ വീട്ടിലെ പങ്കെ ഒന്ന് ഓൺ ചെയ്യാവോ? ഓൺ ചെയ്യാൻ അത് പ്രവർത്തിപ്പിക്കാവോ? അങ്ങനെയായിരിക്കും ചിലപ്പോ അവര് ഉപയോഗിക്കുന്നത്. ഞാനത് നിങ്ങളോട് തമാശിക്കണ എന്നാ നിങ്ങളെ പറയാം. അപ്പൊ ഇതിന്റെയും കൂടി ഒന്ന് പറഞ്ഞു തരണേ. ഈ പറഞ്ഞ കാര്യങ്ങളുടെ നിങ്ങൾക്ക് ഇത് നോക്കി അറിയാം. ഇന്ന് ഞായറാഴ്ച 19-ആം തീയതി അല്ലേ? ആ 19-ആം തീയതി ഞായറാഴ്ചയിലെ ഷോർട്ട് വീഡിയോയിൽ വന്നേക്കണാണ് മംഗ്ലീഷുകാരി ഇറങ്ങിയിട്ടോ. പിന്നെ ഏതാണ്ട് ഒരു ലൈനും കൂടെ ഉണ്ട് മംഗ്ലീഷ് എന്ന് പറഞ്ഞ. അപ്പൊ
നിങ്ങളൊക്കെ പിന്നെ എങ്ങനെ ഈ പദം ഉപയോഗിക്കണേന്നോ ശരിയായിട്ടുള്ള മലയാളം പദങ്ങൾ എല്ലാത്തിന്റെ ഒന്ന് പറഞ്ഞതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മംഗ്ലീഷ് എന്നൊരു വേർഡ് ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന മലയാള പദങ്ങളൊക്കെ ആ നെഗറ്റീവ് കമന്റിന്റെ അടിയില് മംഗ്ലീഷുകാരി എന്നും പറഞ്ഞിടൂല്ലേ, അന്നേരം കൃത്യമായിട്ടൊന്ന് തരണോട്ടോ. വീട്ടിൽ എങ്ങനെയൊക്കെയാ അറിയാൻ വേണ്ടിട്ടാ പദം ഉപയോഗിക്കണേന്നും എങ്ങനെയാണ്. എനിക്കറിയാവുന്ന എല്ലാ പദങ്ങളും ഇപ്പൊ ചിലപ്പോ മിക്സ് ചെയ്യുക, ചിലപ്പോ ഡൈല്യൂട്ട് ആക്കുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇങ്ങനെ പിന്നെ അങ്ങനെ സൊല്യൂഷൻ അല്ല, അത് വേറെ ഇത് നമ്മൾ ഉപയോഗിക്കണം, അങ്ങനെ സോൾവ് ആക്കുക, അങ്ങനെയൊക്കെ പലതും പറയണം. എന്നാലല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മള് ഉള്ള അറിവുകൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. അത് ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൈൻഡ് അത്രയും നാരോഡ് ആയതുകൊണ്ടാണ്. പുതിയ വാക്കുകൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും എല്ലാം അറിയുന്നവരല്ലല്ലോ. ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പൊട്ടത്തരങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞു പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും അതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എപ്പോഴും പറയും മറന്നു പോകാതെ അറിയാവുന്ന പദങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. ഒന്ന്. രണ്ട്, അങ്ങനെ പദങ്ങൾ ഉപയോഗിച്ചാലാണ് നമുക്കൊരു ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇനി അതിന് ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് പറയുമോ? കാരണം ഞാനൊരു മലയാളം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ കാലഘട്ടം 5 വർഷം എയ്ഡഡ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിനിയുമാണ്. ഇപ്പൊ ഒരു ഹൗസ് വൈഫാണ്. ഇനി അതിന് പറയും ഹൗസ് വൈഫ് എന്ന് പറയുമ്പോ എന്നാന്ന് ചോദിക്കുമായിരിക്കും. ഒരു കുടുംബിനിയാണ്, അങ്ങനെ പറയാം മലയാളത്തിൽ. ആണ്. ഞാൻ അറിയില്ലാത്ത വാക്കുകൾ മകളോടും ഹസ്ബൻഡിനോടും മറ്റേ വേണ്ടപ്പെട്ട ബന്ധുക്കളോടും ഒക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞാനത് പ്രവൃത്തിയിൽ കൊണ്ടുവരാറുണ്ട്. അത് എൻ്റെ പ്ലസ് പോയിന്റ് ആണെങ്കിലും മൈനസ് പോയിന്റ് ആണെങ്കിലും ഞാനത് ചെയ്താൽ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം പക്ഷെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പറയാനുള്ള കഴിവ് എനിക്കില്ല. എനിക്കുള്ള കഴിവ് ഞാൻ പറയും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ, ഞങ്ങൾ സാധാരണ രീതിയിൽ ഇടുന്ന ഡ്രസ്സുകളെല്ലാം ഇട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളെ റെഗുലർ ആയിട്ട് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അറിയാട്ടോ. നമുക്കിത് ഒഴിക്കാം. അതെ. അപ്പൊ ഇനി ഇത് മിക്സായി വന്നേ. ഇനി എന്നാന്നറിയോ ചെയ്യണ്ടേ? ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം മിക്സ് ആവാനേ. ഇനി പെട്ടെന്ന് കട്ടയോ. ഇത് പച്ച പാലാട്ടോ, കാച്ചാത്ത പാലാട്ടോ. ഇനി ഇത് കുറുകി ഈ പരുവത്തിനെ കുറുകി കഴിഞ്ഞപ്പോ ദേ വെള്ളം അടിയിൽ വെച്ച് തണക്കാൻ വെച്ചു. ഇത് എന്നാന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ മാംഗോ പ്യൂരി അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ആക്കാൻ പറ്റും. എന്നിട്ട് സ്വല്പ സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. ഇത് ഫുൾ കട്ടയായിട്ടല്ല ഞങ്ങൾ എടുക്കണത്. ഫുൾ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. അത് അറിയാലോ എല്ലാവർക്കും. വേനൽക്കാലത്താണ് ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം. നിങ്ങൾ കാണിക്കാം. അപ്പൊ ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ചതേ 2 മാങ്ങയല്ലേ, 2 അങ്ങ് മാറ്റിയേക്കതേ. ഇത് നമുക്ക് മിക്സിയിൽ കറക്കി എടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലിക്വിഡ് ഫോം ആയി പോകും. അത് പാടില്ല. ഇച്ചിരി ഷുഗർ ഇതിലേക്ക് ഇട്ടേക്കട്ടെ. ഞാൻ 1 സ്പൂൺ ഇട്ടോളൂ, അത് മതി. എന്നാന്ന് വെച്ചാൽ മാമ്പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ട്. ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ. ഒട്ടും ഒഴിക്കണില്ല. തിക്കായിട്ടിരിക്കണം. അടിച്ചെടുക്കാം, വേഗം എടുക്കാം. ഈ പരുവത്തിന് ഇത് ഇതിലേക്ക് അങ്ങ് പകർത്തി വെക്കാം. നല്ല പിരിയായി. എന്നിട്ട് എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാല് കുറുക്കി വെച്ചിട്ടില്ലേ കസ്റ്റർഡ് ഇട്ട, അത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം ഇതുമായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുക കേട്ടോ. സാധാരണ തണുപ്പേ, നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു സ്വല്പം തണുപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാനെടുക്കാം കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാ. പാലക്കല്ലേ അല്ല. ഇത് നന്നായിട്ട് തണുത്തു. വെള്ളത്തിൽ ഇറക്കി വെച്ച് തണുപ്പിച്ചതാട്ടോ. പാലും കസ്റ്റർഡ് പൗഡറും ഒരു സ്വല്പം ഷുഗറും കൂടെ ഇട്ട് കുറുക്കിയെടുത്ത സംഭവം. അതിലേക്ക് ഇതേ മാംഗോ പ്യൂരി. നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുത്തതിന് ശേഷം കേട്ടോ ചേർക്കാവുള്ളൂ. അതായത് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം നമുക്ക് അങ്ങ് മിക്സ് ആക്കാം. വിസ്ക് വേണ്ടല്ലോ. വേണ്ട. ഓരോന്നും എന്നിട്ട് സെപ്പറേറ്റ് കഴുകാൻ നിൽക്കണ്ടേ, അത് ബുദ്ധിമുട്ടാണ്. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ നമുക്ക് 4ാമത്തെ വീഡിയോ കുക്കിംഗ് പരിപാടിയാണ് ചെയ്യണത്. ഇനി നമുക്ക് 2 ബൗളിലേക്ക് ഇത് പകർത്തി അടച്ചു വെക്കാം. അതായത് 2 ടൈപ്പ് തണുപ്പാണ് ഇവിടെ ആവശ്യം. എനിക്ക് നല്ല തണുപ്പ് വേണം, നമുക്ക് തണുപ്പ് കുറവ് മതി. അതെ, അപ്പയ്ക്ക് തണുപ്പ് കുറവിന്ന് എടുത്തോളൂ. ഒന്നിലേ ഉള്ളെന്ന് തോന്നണപ്പ അല്ല, ഒരെണ്ണം ചെറുതിലിരുന്നോളൂ. അപ്പൊ ഇത് തണുപ്പ് കുറച്ച് ഉള്ളതിന് എടുത്തു.
ഞാൻ ചെറുതെടുക്കാം കേട്ടോ. ഇത് മതി, ടോപ്പിങ് വേണം പിന്നെ. അതെ, ഇതിലേക്ക് ബാക്കി രണ്ടും അടയ്ക്കാം. അടച്ചു വെക്കാം. ഇനി ഫ്രിഡ്ജിലങ്ങ് വെക്കാം. ഫ്രിഡ്ജിലാട്ടോ വെക്കണതാ. എനിച്ചിരി സ്പേസ് ഉണ്ടാക്കട്ടെ കേട്ടോ. വെക്കാം. വെക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഐസ് പിടിച്ചു പോകും. അതെ, ഇതിൽ വെക്കാം. സ്വല്പം തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാനുണ്ട്. ചിയാസീഡ് ഇടണോ അതിലാ? വേണമെങ്കിൽ അത് കുറുക്കി ഇരിപ്പുണ്ടല്ലോ, അത് കൂടാ. ഇരിപ്പുണ്ട്, അത് ഇടാം. അതെ, ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ 5 മണി. 5 മണി 6 മണിയാകുമ്പോ നീ വേണമെങ്കിൽ എടുത്തോ, ഞാൻ 7 എടുത്തോളാം. അതെ, ചൂടെ തണക്കട്ടെ. ഓക്കെ. വേനൽക്കാലത്ത് ചെയ്താൽ കൂടുതൽ ഗുണകരായിരിക്കും. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ 4ാമത്തെ വീഡിയോ. ചെറിയ ചെറിയ വീഡിയോസ് ആയിരുന്നു, തീരുവാണ്. ഇനി ഒരു റെസ്റ്റ്. അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ഇല്ല, കാരണം ഡാറ്റ ട്രാൻസ്ഫർ ഒത്തിരി ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം കംപ്ലീറ്റ് പിടുത്തായിരുന്നു. അത് മാറ്റിയാലാണ് അടുത്തതിന്റെ പരിപാടി ചെയ്യാൻ പറ്റും. പിന്നെ നാളത്തേക്കുള്ളത് വേറെ നോക്കണം. നൈറ്റിൽ ഒരു 12 മണി 1-1:30 മതി ആകുമ്പോഴാണ് പരിപാടി. എന്റെ പരിപാടി കഴിഞ്ഞു. കഴുകി പറക്കി എല്ലാം വെക്കുക. നല്ല കൂറ്റ മഴ തന്നെയുണ്ട്. അപ്പൊ അപ്പയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിൽ പോയേക്കുവാണ്. അത് ഒരു 6:30 കൂടി പ്രതീക്ഷ മതി വരവേ. അതെ, വന്നു കഴിയുമ്പോ ചോദിക്കാം എന്തൊക്കെ വിഭവങ്ങളായിരുന്നു നമുക്കത്. വിഭവമൊന്നും പറയണ്ടേ, ഓക്കെ. ഏതാണ്ടൊക്കെ കയ്യിലുണ്ട്. എന്നാക്കിയാ അവിടുന്ന് കഴിച്ച വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? ഏഹേ, മട്ടൻ റോൾ, പിന്നെ മട്ടൻ സമോസ ഫ്രം ആൻസ്, പിന്നെ പരിപ്പ് പായസം. അത് അപ്പയുടെ ഫേവറേറ്റ് ആണല്ലോ. ഇത്ര മതിയിലോ. പിന്നെ എണ്ണിയാൽ പഴം വറുത്തത്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബല. അപ്പൊ ഇനി അമ്മയുടെ എന്തെങ്കിലും വേണോ കഴിക്കാൻ? ഇന്നിപ്പോ ഇനി വേണമെന്നില്ല. ഇപ്പൊ നമുക്കേ അപ്പക്കിനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സേഞ്ചിയുടെ വീട്ടിൽ നിന്നല്ലേ വന്നെ. 1 മണിക്കൂർ ഞങ്ങൾ സെറ്റ് ചെയ്തു. തണുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ലിക്വിഡ് ഫോമിലാണ്, സെറ്റ് ആയിട്ടില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ലിക്വിഡ് ഫോമിലാ കഴിക്കണേന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് കുറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കണം. ഇതേക്കിടട്ടെ, ധൈര്യപൂർവ്വം ഇട്ടോ. അപ്പൊ ഇന്ന് അത്താഴം പോലും വേണ്ടെന്നാ പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു ഒരു കയ്യിൽ അത്താഴമായതുകൊണ്ട്, അല്ലെങ്കിൽ ശരിയാവൂല. രാത്രി പട്ടിണി കിടന്നാക്കൊള്ളൂ. അപ്പക്കൊന്നും മിണ്ടാട്ടം പോലും ഇല്ല. ജെസിയാന്റിയുടെ സൽക്കാരം അപ്പനെ ക്ഷീണിതനാക്കി തോന്നുന്നു. ഏറ്റു വാങ്ങിച്ചു വന്നു. ഏറ്റു വാങ്ങി കഴിഞ്ഞാലേ മിണ്ടാൻ പോലുള്ള ത്രാണി സന്ധ്യക്ക് തിരിച്ചു വരുമ്പോ ഉണ്ടാവും. കണ്ടോ, ഇനി പലതും ഇടട്ടെ, എന്നിട്ട് എടുക്കാം. ഇനിയും ഉണ്ടോ ഇടാനേ? ഏഞ്ചില ചേച്ചിയുടെ ഡ്രൈ ഫ്രൂട്ട്സിലെ ഏഞ്ചില ചേച്ചിയുടെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ അന്ന് കൊണ്ടേ തന്നതാ. ശരി, വിനോദ് ചേച്ചി കഴിക്കാൻ പറഞ്ഞു കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആരോഗ്യം പോരട്ടെ. ആരോഗ്യം പറ്റി ഉണ്ട് ആവശ്യത്തിന്. ചൂട് വന്നപ്പോ ഒരു ക്ഷീണമായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു. അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ളതാ. എന്നാന്ന് വെച്ചാൽ ചൂട് വന്നാൽ ഭക്ഷണം പോലും കഴിക്കണമെന്നില്ല. ചൂടങ്ങ് മൂർധന്യത്തിലായി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ശരിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യും നമുക്ക്. ഇനി ഞങ്ങൾ പാലില് കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡ് സ്വല്പം ചേർക്കാം. കുതിർത്തി വെച്ചിരുന്ന കേട്ടോ. അത് ഇട്ടേച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഡെക്കറേഷൻ കഴിഞ്ഞേച്ച് ഒന്ന് ഇളക്കാം കേട്ടോ. ഇപ്പൊ ഈ ഡെക്കറേഷൻ കഴിഞ്ഞ് ഇളക്കുമ്പോ ചിലര് പണ്ടാ മാമ്പഴക്കറിയിൽ ചോദിച്ച പോലെ കടുക് വറുത്തില്ലെന്ന് ചോദിച്ച പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള രംഗമാണ് ഈ കാണിക്കുന്നത്. ഡെക്കറേഷൻ രംഗം ഇല്ലേ? പോരെ? മതിയില്ല, ഈ വസ്തുച്ചൂടി ഇവിടെയാ ഇരുന്നോ? വേണ്ടല്ലോ, ഇത് മതിയായിരിക്കും. പടം എടുത്തോ. അമ്മയ്ക്കൊരു ചെറിയ ഭയം, മധുരം ആയതുകൊണ്ട്. അധികം മധുരം ഇട്ടിട്ടില്ല അതിനകത്ത്. ഒട്ടും മധുരം ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ എവിടെ നിന്ന് എടുക്കണമെന്ന് സംശയം. ഇവിടെ നിന്ന് എടുക്കാം.
കൊള്ളാവോ? നല്ലതാ. മാംഗോ ചേർത്ത അല്ലെങ്കിലും കസ്റ്റേർഡിന് ഒരു പ്രത്യേക ടേസ്റ്റാ. ഇതില്ലേ മധുരം ഷുഗർ അധികം ആഡ് ചെയ്യാൻ നന്നായി. ഞാൻ പറഞ്ഞില്ലേ, മാമ്പഴത്തിന്റെ മധുരവും പുളിപ്പും എല്ലാം കൂടെ ചേർന്ന് ഉണക്കമുന്തിരിങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. അതെ. ലിക്വിഡ് ഫോമിൽ വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കുറുക്കി വെച്ച് ഒരു 2 മണിക്കൂർ ഡീപ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. 2 വേണ്ടി വരില്ല, 1 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും. വേണമെങ്കിൽ പുഡിംഗ് ആക്കിയും എടുക്കാം. നന്നായിട്ട് അങ്ങ് കുറുക്കിയാൽ മതി. ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എനിക്കിത് മതി, മധുരമായതുകൊണ്ട്. നീ കഴിച്ചു നോക്കിക്കോ. ഇവിടെ വെക്കാൻ സ്പൂൺ, എനിക്ക് വലിയ സ്പൂൺ വേണമായിരിക്കും ചിലപ്പോൾ. കഴിച്ചു കേട്ടോ. ഓക്കെ, ഞാനാണ് കഴിക്കാൻ പോണേ. ദേ ഇതിങ്ങനെ ഇളക്കി നമുക്കങ്ങ് എടുക്കാം. നമ്മൾ ലിക്വിഡാക്കി എടുത്തു എന്നുള്ളൂ കേട്ടോ. കട്ടയാക്കണം എന്നുള്ളവർക്ക് ശരിക്കും ആ പുഡിങ് പോലെ തന്നെ എടുക്കാം. അപ്പോൾ ദേ ഞാനൊരു ഇത്തിരി മാങ്ങയും ചിയാ സീഡും കൂടെ ചേർത്താണ് എടുക്കണേ. കഴിച്ചു നോക്കട്ടെ. വെരി ഡെലീഷ്യസ്, വെരി ടേസ്റ്റി. അടിപൊളിയാ. ഈ സ്ഥിരം ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ ഒരു ചേഞ്ചിന് നമുക്ക് കസ്റ്റാർഡിലേക്ക് തിരിയാവുന്നതാണ്. അത് മാത്രമല്ല, മാംഗോ കസ്റ്റേർഡ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. വളരെ ഡെലീഷ്യസ് ആണ് നോർമൽ കസ്റ്റാർഡിനേക്കാളും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് അൽഫോൺസോ മാംഗോയും കൂടി ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അതിൻ്റെ പൾപ്പിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. ഈ നോർമൽ കസ്റ്റേർഡിനകത്ത് നമ്മളിതുപോലെ മാംഗോ പ്യൂരി ചേർത്ത് മാംഗോ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ തന്നെ വയ്യ, പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളത് ട്രൈ ചെയ്യാം. നല്ല രുചിയുണ്ട്. ഞാനിതിപ്പം മൊത്തം കഴിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് ഐ കാൺ സ്റ്റോപ്പ് മീ ഈറ്റിംഗ്. സൂപ്പറാ. വിരുന്നാരൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം എപ്പോഴും സെയിം ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും ഒരു ചേഞ്ചൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ കസ്റ്റാർഡും ഇടയ്ക്കും ട്രൈ ചെയ്യാം. ഈ സമയത്തൊക്കെ കഴിക്കാം, കഠിന മഴയില്ലാത്ത സമയത്തും കഴിക്കാം. പിന്നെ ചിലർക്ക് മഴയുള്ള സമയത്ത് തണുത്തത് കഴിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് പരീക്ഷിക്കാം. പക്ഷെ തൊണ്ട ശ്രദ്ധിച്ചോളണം കേട്ടോ. പിന്നെ ഇപ്പം കണ്ടിന്യൂസ് മഴയില്ലാത്ത സമയത്തൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മാംഗോ സീസൺ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ഇത് കഴിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മാംഗോയ്ക്ക് ഒരു പുളിയൊക്കെ ഉള്ളതുകൊണ്ടേ മട്ടിപ്പില്ല. ആ മാംഗോയുടെ പ്രത്യേകതയായിരിക്കും ചിലപ്പോൾ. ഇതിനൊരു പുളി രസമുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് കഴിക്കാൻ. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ സമയത്ത് ഇടവിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ പൊതുവേ നമുക്ക് തണുത്ത സാധനങ്ങൾ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ ഉദിച്ചു തുടങ്ങി. ഇപ്പോൾ ഉദിക്കുന്ന വെയിലാണെങ്കിൽ നല്ല ചൂടല്ലേ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉദിക്കുന്ന വെയിൽ നല്ലൊരു പൊള്ളണ ചൂടാണ് ഫീൽ ചെയ്യണേ. നിങ്ങൾക്ക് അവിടെ അങ്ങനെയാണോ? അപ്പോൾ വെയിലൊക്കെ ഒന്ന് ഉദിച്ച് തുടങ്ങിയെങ്കിലും വേനൽക്കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കിട്ടുന്നതല്ലേ. ഇനിയിപ്പോൾ തുലാവർഷമൊക്കെ ആവാറായി, അതിനിടയ്ക്കുള്ള ഒരു വെയിലായിരിക്കും. അപ്പോൾ വെയിലും ചൂടും ഒക്കെ ഒന്ന് കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്?